ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇന്ത്യ എൻ്റെ രാജ്യം എന്ന പാഠഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ എൻ്റെ രാജ്യം അല്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇനി മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചിട്ടുള്ളത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പറയാണ്, കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷി ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. മാഷി ഗ്രന്ഥശാലയിൽ നിന്നും ഒരു ചിത്രകഥാ പുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. ഇതാണ് ആ ഒരു ചിത്രകഥയിലുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം പറയുന്നത്, ഏലം, കുരുമുളക് തുടങ്ങി സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പിന്നീടോ പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. പിന്നീട് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാലാണ് വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായി മാറുകയും ചെയ്തു. ഇനി ചിത്രകഥ വായിച്ചല്ലോ. ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. മാഷ് തുടർന്നു. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം നൽകും. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നോക്കാം. ചോദ്യം, വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനായിരുന്നു? ഏലം, കുരുമുളക് പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾക്കും പട്ട്, പരുത്തി പോലുള്ള തുണിത്തരങ്ങൾക്കും വേണ്ടിയാണ്. രണ്ടാമത്തെ ചോദ്യം, വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു? ഇന്ത്യയിലെ രാജാക്കന്മാർ പരസ്പരം തമ്മിൽ ശത്രുക്കളായി പോരടിച്ചിരുന്നത് കൊണ്ടാണ്. ഇനി ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? കാരണം ബ്രിട്ടീഷുകാർക്ക് പീരങ്കി, തോക്ക് പോലെയുള്ള ഉയർന്ന ആയുധങ്ങളും യുദ്ധരീതികളും ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പറ്റിയത്. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ വന്നു, രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ. അപ്പോൾ അതിനുശേഷമാണ് മനസ്സിലായത് നമുക്ക് അവരെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് അവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷേ? നീല ചോദിച്ചു. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായ സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിന്റെ സംശയം. മിടുക്കൻ. മാഷ് നവീനിനെ തോളിത്തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ടാണ്. 1930 നടന്നിട്ടുള്ളത്. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി അഥവാ പ്രത്യേക തുക അടക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടവിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്ത് ജാതിയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. എന്തൊക്കെ വേണം അതിൽ? ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും വേണം, ഗാന്ധിജിയുടെ നേതൃത്വത്തെക്കുറിച്ച് പറയണം, ദണ്ഡി യാത്രയെക്കുറിച്ച് പറയണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ കുറിപ്പ് പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്.
അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 1930 മാർച്ച് 12-നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. ഇത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടൽ തീരം വരെ നടത്തിയ ജാഥയായിരുന്നു. ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി വാങ്ങിക്കുന്നതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ ഒരുമിപ്പിച്ചു. ഉപ്പ് അടക്കമുള്ള നിത്യവസ്തുക്കൾ ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു. 240 കിലോമീറ്റർ ദൂരം ഗാന്ധിജിയും അനുയായികളും കാൽനട യാത്രയായി നടന്നുപോയി. ദണ്ഡി കടൽ തീരത്ത് ചെന്ന് കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് എടുത്തു പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. ഇത് ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു ശക്തമായ സമരമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പാരഗ്രാഫായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു 1942 നടന്നിട്ടുള്ള. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1942 ഓഗസ്റ്റ് 8 എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും നൽകിയ ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നതാണത്രേ ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇത് കേട്ട് ഞാൻ അറിയാതെ എഴുന്നേറ്റു നിന്ന് മുഷ്ടി ചുരുട്ടിയ മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഇനി ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലേ? മാഷെ തേജസ് ആണ് ചോദിക്കുന്നത്, മാഷിന്റെ അടുത്ത് ചോദിക്കുകയാണ് അല്ലേ. ഇനി തീർച്ചയായും ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. മാഷ് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെ വേണം? ക്വിറ്റ് ഇന്ത്യ ദിനത്തെക്കുറിച്ച് പറയണം, നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് പറയണം, സമരത്തിന്റെ ഫലം പറയണം. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം ആയത്. ഇത് ബോംബെ നഗരത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സമരത്തിന് മഹാത്മാഗാന്ധിയാണ് നേതൃത്വം നൽകിയത്. അദ്ദേഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ശക്തമായ സന്ദേശം നൽകി. ജവഹർലാൽ നെഹ്റു, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാർ വലിയ എണ്ണം സമരത്തിൽ പങ്കെടുത്തു. ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യത്താകെ പ്രചാരത്തിലായി. ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തിയായി. അവസാനം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ സമരവും ഒരു വഴിത്തിരിവായി. ഇനി കേരളത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെ അലയൊളികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീന് ചോദിച്ചു. ഉവ്വ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂര്, കടപ്പുറത്തും ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിന്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. കേരളത്തിലെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾ കൂടുതൽ അറിയണമെന്നായി അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. 100 കണക്കിന് പേരുണ്ട് കേട്ടോ. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ.കെ. ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങി അനേകം ആളുകൾ മാഷ് ഓർമ്മിപ്പിച്ചെടുത്തു പറഞ്ഞു. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിയൂ. ഏതൊക്കെയാണ്? മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇനി സ്വാതന്ത്ര്യ സമര നേതാക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞല്ലോ, ഒരുപാട് പേരുകൾ പറഞ്ഞു. ഇനി അവരെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നു? നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ആരാണ്? നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു പേരാണ് അറിയാം, അത് ഗാന്ധിജിയായിരുന്നു അല്ലെ. ഗാന്ധിജി. മാഷിന്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെ കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കും. എന്താണ്? ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീലുദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും കൃത്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സമരം 1917
സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം വഹിക്കുകയും ചെയ്തു. ഇനി ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് വലിയ ഉൾക്കൊള്ളിക്കാൻ പറ്റും? ഒന്ന്, ജന്മസ്ഥലത്തെ കുറിച്ച് പറയാം, മാതാപിതാക്കളെ കുറിച്ച് പറയാം, ആത്മകഥയെ കുറിച്ച് പറയാം, ജീവിത രീതിയെ കുറിച്ച് പറയാം, സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറയാം, സമര രീതിയെ കുറിച്ച് പറയാം, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എങ്ങനെയായിരുന്നെന്ന് പറയാം, അതുപോലെ തന്നെ ജനനവും പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ്, ഒരു ചെറു വിവരണം നമുക്കൊന്ന് എഴുതി നോക്കാം. ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നേരത്തെ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അല്ലേ, എപ്പോഴാണ് ജനിച്ചത്, എവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഹെഡിങ് നിങ്ങൾക്ക് ഗാന്ധിജി എന്ന് തന്നെ കൊടുക്കാം. മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ്. അദ്ദേഹം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ്. യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതാണ്. ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി ജോലി ചെയ്തിരുന്ന ഗാന്ധിജി പിന്നീട് ഇന്ത്യയിലെത്തി. ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് സത്യവും അഹിംസയും ആത്മമായി സ്വീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി. പാവങ്ങളെ പോലെ വസ്ത്രം ധരിച്ചു. പ്രാചീന ഇന്ത്യൻ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കാൻ എല്ലാവരെയും പ്രചോദിപ്പിച്ചു. സത്യാന്വേഷണത്തിന്റെ കഥ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. ഗാന്ധിജിയുടെ സമരരീതിയാണ് സത്യാഗ്രഹം, അതായത് സത്യം പിടിച്ച് അഹിംസാവധത്തിൽ നീങ്ങുക. അദ്ദേഹം ചമ്പാരൻ സമരം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകി. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുട്ടികളും മുതിർന്നവരും സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ സത്യനിഷ്ഠയും സഹിഷ്ണുതയും ഇന്ത്യക്കാർക്ക് വലിയ പ്രചോദനമായി. ഇന്ത്യയുടെ നിർവീര്യമായ സമരങ്ങൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു വഴിയായിട്ട് മാറുകയും ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി മറ്റൊരാളെ കുറിച്ച് കൂടി പരിചയപ്പെടാം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ ഇദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. ആരാണ്? ചാച്ചാജി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. 1. നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ്? ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? എന്നാണ്? നെഹ്റു ജനിച്ചത് 1889 നവംബർ 14 ഈ ദിനം ശിശുദിനമായി നാം ആഘോഷിക്കുന്നു. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്തായിരുന്നു? നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളതാണ്. ഓക്കെ, സ്വാതന്ത്ര്യത്തിലേക്ക് എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്, ടുവേർഡ് ഫ്രീഡം. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് നെഹ്റുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം പോലെ അവതരിപ്പിച്ച് നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച മറ്റു ചിലരെ കൂടി മാഷി പരിചയപ്പെടുത്തി. ആരൊക്കെയായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു. ഇതൊക്കെ പ്രധാനമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കളാണ്. കൂടാതെ ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെട്ടല്ലോ. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നു. ആരാണ്? സരോജിനി നായിഡു. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ഭഗത് സിംഗ് ആണ്, ഭഗത് സിംഗ്. 3. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വദ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. അരുണ ആസിഫ് അലിയാണ്, അരുണ ആസിഫ് അലി. ഇനി നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു സർദാർ വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്നും വിളിക്കപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസിനെയാണ്, സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ലോക്മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധർ തിലകാണ്, ബാലഗംഗാധർ തിലക്.
അടുത്തത് ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടരുന്നു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓക്കെ, ഖാൻ അബ്ദുൽ ഗാഫർ. ഇനി മറ്റു സ്വാതന്ത്ര്യ സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്നും അന്വേഷിക്കുക. അപ്പോൾ മുതിർന്നവരുമായി അന്വേഷിക്കുക, അല്ലെങ്കിൽ ടീച്ചറോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തത്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സമരങ്ങളൊക്കെ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാക്കളെ കുറിച്ചിട്ടും പറഞ്ഞു. വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പത്രിക പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കും. എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിൽ അടക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അവസാനം 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. ഓരോ ഘട്ടങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനമാണ് നമ്മൾ 1947 സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ അർദ്ധരാത്രി ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. അദ്ദേഹം ആവശ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറിയിൽ പ്രയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി താഴെ കൊടുത്ത പ്രസ്താവനകൾക്ക് നേരെ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് വായിക്കാം. അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കാം. ഇനി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. അതും ശരിയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവെക്കുകയും വേണം. ശരിയാണ് അല്ലേ? അതുപോലെ ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അതും ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം സമുചിതമായി ആഘോഷിക്കണം. അതും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇനി സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കൂട്ടുകാർ തയ്യാറാക്കി നോക്കുക. അടുത്തത് ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1947 സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വന്നിട്ടുള്ളത് എന്ന് നോക്കാം. പാഠപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ 2ാമത്തെ പേജിലായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആയിരുന്ന ഡോക്ടർ റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ആലോചിക്കുക, 1950 ജനുവരി 26 ആദ്യത്തെ നിയമമന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ റാംജി അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ഭരണഘടന എന്ന ഒരു നിയമസംഹിത രൂപീകരിക്കപ്പെട്ടു. ഇനി പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തുക. എന്തൊക്കെയാണ്? 1ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏത് പേരിലാണ് നാം ആഘോഷിക്കുന്നത്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അന്ന് റിപ്പബ്ലിക് ദിനമായി നാം ആഘോഷിക്കുന്നു. 2, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. 3, ഏറ്റവും വലിയ ലിഖിത അഥവാ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ലിഖിത ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഭരണഘടനയെ കുറിച്ച് മനസ്സിലായി. ഇനി ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് ഉണ്ടായത്, അതിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്.
ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ചു. മേഘ ടീച്ചറും ചർച്ചയിൽ പങ്കുചേർന്നു. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തതല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജോഹന്നാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അതെ, ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കൊണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്ന് അറിയപ്പെട്ടു. ടീച്ചർ വിശദീകരിച്ചു. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സംസ്ഥാനങ്ങൾ. ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഓക്കെ, സ്ഥിരാ കേന്ദ്രത്തെയാണ് നമ്മൾ തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇനി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും രേഖപ്പെടുത്തിയ ഭൂപടമാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടെ നോക്കൂ, ഓരോ സംസ്ഥാനവും. ഇപ്പോൾ കേരളമാണെങ്കിൽ കേരളം മുതൽ ഇവിടെ നോക്കാം. കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം. തമിഴ്നാടിന്റെ ചെന്നൈ. അതുപോലെ കർണാടകം ബാംഗ്ലൂരു ആണ്. ആന്ധ്രാപ്രദേശ് അമരാവതിയാണ്. തെലങ്കാന ഹൈദരാബാദാണ്. ഗോവ പനാജിയാണ്. മഹാരാഷ്ട്ര മുംബൈ ആണ്. ഗുജറാത്ത് ഗാന്ധിനഗർ ആണ്. മധ്യപ്രദേശ് ഭോപ്പാലാണ്. ഛത്തീസ്ഗഡ് റായ്പൂർ ആണ്. ഒഡീഷ ഭുവനേശ്വർ ആണ്. പശ്ചിമ ബംഗാൾ കൊൽക്കത്തയാണ്. അടുത്തത് ഇവിടെ കാണിച്ചിട്ടുണ്ട് റാഞ്ചിയാണ്. പാട്നയാണ്. ലക്നൗ ആണ്. അങ്ങനെ ഓരോ സംസ്ഥാനവും അതിൻ്റെ തലസ്ഥാനവും അവിടെ ഈ ഭൂപടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തലസ്ഥാനം അവിടെ ആ ഒരു സർക്കിൾ വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡോട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ അടുത്ത് എഴുതിയിട്ടുള്ളതാണ് ആ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ താഴേക്ക് നോക്കൂ. ഇനി ഇവിടെ താഴെയായിട്ട് പറയുന്നുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ സംസ്ഥാന പദവിയില്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്? മിക ചാടി എണീറ്റുകൊണ്ട് പറയാണ്. അതെ, ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ടീച്ചർ കൂട്ടിച്ചേർത്തു. അപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ആ ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നേപ്പാള്, ഭൂട്ടാന്, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാന്, ശ്രീലങ്ക, ചൈന. ഇതൊക്കെ എന്താണ്? ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളാണ്. ഇനി അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ, ഉത്തർപ്രദേശ്. ഇനി താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം നമുക്കൊന്ന് പൂർത്തിയാക്കാം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ചോദിച്ചിട്ടുള്ളത്, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബാംഗ്ലൂരാണ് തലസ്ഥാനം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ് ബാംഗ്ലൂരാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഉത്തരം ജസ്റ്റ് എഴുതി കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇത്രയുമാണ് ചോദ്യം. ആദ്യത്തേൻ്റെ ഉത്തരം ഏതാണ്? ബാംഗ്ലൂർ തലസ്ഥാനം എന്ന് പറയുമ്പോൾ അതേതാണ്? കർണാടകയാണ്. ഉത്തരം എന്ന് പറയുന്നത് കർണാടക. കർണാടക. ഓക്കെ, ഒന്നാമത്തെ ഉത്തരം. കർണാടക. 2, അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. ഏതാണ്? മഹാരാഷ്ട്ര. അപ്പോൾ ഇവിടെ ഉത്തരം എഴുതാം മഹാരാഷ്ട്ര. 3, അയൽരാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. അതേതാണ്? മിസോറാം. ഏതാണ്? മിസോറാമാണ്. മിസോറാം. 4, കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. കൊഹിമ തലസ്ഥാനമായിട്ടുള്ളത് ഏതാണ്? നാഗാലാൻഡ് ആണ്. ഓക്കെ, ഏതാണ്? നാഗാലാൻഡ്. 5, ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ സംസ്ഥാനമാണ്. ഏതാണത്? മേഘാലയ. ഉത്തരം എന്ന് പറയുന്നത് മേഘാലയ.
മേഘാലയ. ഓക്കെ, അടുത്തത് രാജസ്ഥാന്, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണത്? ഹരിയാനയാണ്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് ഹരിയാന. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാരെ എങ്ങനെ എഴുതേണ്ടത്? വലത്തോട്ടാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് താഴോട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തേത്, വലിപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. ഏതാണത്? മധ്യഭാഗം എന്ന് പറഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇനി കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ് ചെന്നൈ ആണ് തലസ്ഥാനം. ചെന്നൈ തലസ്ഥാനമുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്. അടുത്തത്, ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാനയിലാണ്. തെലങ്കാന. ഇനി മുകളിലേക്കുള്ളതാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നതാണ് പാട്നയാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. ഏതാണത്? പാട്ന തലസ്ഥാനമുള്ളത് ബീഹാറാണ്. ബീഹാർ. അപ്പം ഇതനുസരിച്ച് കൂട്ടുകാർ ആ ഒരു പദപ്രശ്നം പൂർത്തിയാക്കുക. ഇതൊന്നും ഓരോന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യപ്പയറ്റ് സംഘടിപ്പിക്കുക. ഒരു പകർപ്പ് കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തു. അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് ജിക്സോ കളിക്കാനാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരും എങ്ങനെയാണ് ജിക്സോ കളിക്കേണ്ടതെന്ന്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ജിക്സോ ഒന്ന് കളിച്ചു നോക്കുക. ഇനി വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിൽ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല അല്ലേ, ഓരോരുത്തരും ഓരോ ഭാഷയാണ് സംസാരിക്കുന്നത് അല്ലേ. എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലാണോ വസ്ത്രം ധരിക്കുന്നത്? അല്ല. ഇപ്പം എന്തിന് നമ്മൾ കേരളത്തിലുള്ള പോലെയല്ല തമിഴ്നാട്ടിൽ, അതുപോലെയല്ല കർണാടകയിൽ, അതിലും വൈവിധ്യമുണ്ട്. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിലെ എല്ലായിടത്തും ഒരുപോലെയല്ല. എല്ലാത്തിനും എന്താണ്? വൈവിധ്യമുണ്ട്. ഒരു രാജ്യം പല ഭാഷ. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? കർണാടകയിലേതോ? തമിഴ്നാട്ടിൽ തമിഴാണ് അല്ലേ. കർണാടകയിൽ കന്നഡയാണ് സംസാരിക്കാറുള്ളത്. ഈ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എന്നതു നാട്. ഭാരതാവു നന്ന ദേശി. ഇന്ത്യനാ ദേശമു. ഓരോരുത്തരും ഓരോ ഭാഷയിലാണ് അല്ലേ. അപ്പം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുള്ളത് മലയാളത്തിൽ പറയുന്നതാണ്. ഇന്ത്യ എന്നത് നാട് എന്ന് പറയുന്നത് തമിഴിലാണ്. ഭാരതാവു നന്ന ദേശ് എന്ന് പറയുന്നത് കന്നഡയിൽ പറയുന്നതാണ്. ഇന്ത്യനാ ദേശമു എന്ന് പറയുന്നത് തെലുങ്കിൽ പറയുന്നതാണ്. അപ്പം മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും അതിൻ്റെ ഭാഷയും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തും കിട്ടും? ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളുടെ പേരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ തെലുങ്കാണ് സംസാരിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ അങ്കമി അല്ലെങ്കിൽ നീഷി തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അസമിലാണെങ്കിൽ അസമീസാണ് സംസാരിക്കുന്നത്. ബീഹാറിൽ ഹിന്ദിയാണ്. ഛത്തീസ്ഗഡിൽ ഹിന്ദി അല്ലെങ്കിൽ ഛത്തീസ്ഗഡാണ് സംസാരിക്കാറ്. ഗോവയിൽ കൊങ്കണി ഭാഷയാണ്. കൊങ്കണി ഭാഷ. ഗുജറാത്തിൽ ഗുജറാത്തിയാണ്. ഹരിയാനയിൽ ഹിന്ദിയാണ്. ഹിമാചൽ പ്രദേശിൽ ഹിന്ദിയാണ്. ജാർഖണ്ഡിൽ ഹിന്ദി, അതുപോലെ തന്നെ സന്താലി, ഇത് രണ്ടും സംസാരിക്കാറുണ്ട്. കർണാടകയിൽ കന്നഡയാണ്. കേരളത്തിൽ മലയാളമാണ്. മധ്യപ്രദേശ് ഹിന്ദി. മഹാരാഷ്ട്ര മറാത്തി. മണിപ്പൂർ മീതെ അല്ലെങ്കിൽ മണിപ്പൂരി, ഇത് രണ്ടും സംസാരിക്കാറുണ്ട്. മേഘാലയയിൽ ഗാസി, ഗാരോ, ഇംഗ്ലീഷ് ഇതൊക്കെയാണ് സംസാരിക്കാറ്. മിസോറാമിൽ മിസോയാണ്. നാഗാലാൻഡിൽ അങ്കാമി ഇംഗ്ലീഷ്. ഒഡീഷയിൽ ഒഡിയാണ്. പഞ്ചാബിൽ പഞ്ചാബിയാണ്. രാജസ്ഥാനിൽ രാജസ്ഥാനി ഹിന്ദിയാണ്. സിക്കിമിൽ നേപ്പാളിയാണ്. തമിഴ്നാട്ടിൽ തമിഴ്. തെലങ്കാനയിൽ തെലുങ്ക്. ത്രിപുരയിൽ ബംഗാളി അല്ലെങ്കിൽ കോക്ക് ബറോക്കാണ്. ഉത്തർപ്രദേശിൽ ഹിന്ദി. ഉത്തരാഖണ്ഡിൽ ഹിന്ദി. പശ്ചിമ ബംഗാളിൽ ഹിന്ദി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സംസ്ഥാനവും സംസാരിക്കുന്ന ഭാഷകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്വേഷിച്ച് പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഷയിലാണ് കൂട്ടുകാരെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യയിലെ രൂപയുടെ നോട്ടുകളിൽ മൂല്യം 17 ഭാഷകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു. ഇതാണ് ആ 17 ഭാഷകൾ എന്ന് പറയുന്നത്.
ഇനി ഒരു ദേശം പല വേഷം, ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, എന്താണ് എല്ലാവരും ഒരേപോലെയുള്ള വസ്ത്രമാണോ? അല്ല, ഓരോരുത്തരും ഓരോ രീതിയിലുള്ള വസ്ത്രമാണ് ഇവിടെ ധരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ എത്രമാത്രം വ്യത്യസ്തരാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്രമാതൃകയുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം തയ്യാറാക്കി ക്ലാസ്സിൽ സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മുടെ രാജ്യത്തെ ചില ആഘോഷങ്ങൾ പരിചയപ്പെടാം. ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഇത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഇത് ദീപാവലിയാണ് അല്ലെ. ഇത് എന്താണ്? ഈദുൽ ഫിത്തറാണ്, ഈദാണ്. ഇത് ഓണമാണ്, ഇത് ക്രിസ്മസ് ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ വേറെ ഏതൊക്കെ ആഘോഷങ്ങൾ നമുക്കറിയാം? ഒന്ന് നമുക്കറിയാം, ഹോളി അറിയാം അല്ലെ. ഹോളി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഹോളി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ആഘോഷമാണ്. കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് ചെയ്തു നോക്കുക. ഇനി കലകൾ പലവിധം. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപമാണോ പ്രചാരത്തിലുള്ളത്? ചിത്രം നിരീക്ഷിക്കൂ. അല്ല അല്ലേ, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉള്ളത്. ഇനി ഇവിടെ ചിത്രം നോക്കൂ. ഒന്ന് കുച്ചിപ്പിടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം, ഇതാണ് അവിടെ തന്നിട്ടുള്ളത്. മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണ്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ മോഹിനിയാട്ടം എന്ന് പറയുന്നത് എവിടെയാണ്? കേരളത്തിലുള്ളതാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതവിടെ കൊടുത്തിട്ടുള്ളത്? ഭരതനാട്യമാണ് അല്ലെ. ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടാണുള്ളത്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക തമിഴ്നാട്. കുച്ചിപ്പിടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ്. അടുത്തത് കഥകാണ്. കഥക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ്. അടുത്തത് മണിപ്പൂരിയാണ്. മണിപ്പൂർ ഉള്ളതാണ്, മണിപ്പൂരിലുള്ളതാണ് മണിപ്പൂരി എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ ഇത് എഴുതി കൊടുക്കാം. ഇനി ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലേ. ഭാഷയിലും അതുപോലെ കലയിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അല്ലേ. നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്താ പറയുക, ഇന്ത്യൻസ് ആണെന്നാണ് പറയാറ് അല്ലേ. അപ്പോൾ അതിനെ ഒരുമിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ദേശീയ ഗാനം. ദേശീയ പതാക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമുക്കറിയാം ഇന്ത്യക്ക് ഒരു പതാകയാണുള്ളത് അല്ലേ. അപ്പം അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? ദേശീയ ഗീതമുണ്ട്, ദേശീയ മുദ്രയുണ്ട്. ഇതൊക്കെ നമ്മളെ ഒരുമിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ദേശീയ ഗാനത്തെക്കുറിച്ച് നോക്കാം. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. ഏത് ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതപ്പെട്ടിട്ടുള്ളത്? ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, ഏത് ഭാഷയാണ്? ബംഗാളി. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എങ്ങനെ നിൽക്കണം? നേരെ നിൽക്കണം. ഓക്കെ, നേരെ മാന്യതയോടുകൂടി നിൽക്കണം എന്നാണ് പറയുന്നത്. നേരെ മാന്യതയോടെ നിൽക്കണം, മാന്യതയോടെ തല ഉയർത്തി നിൽക്കണം. ഇനി ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്രയാണെന്ന് അറിയോ? 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ് ആണ് ഒരു ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ മുദ്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് ഈ മുദ്ര കണ്ടിട്ടുള്ളത്? നമ്മൾ എന്തെങ്കിലും നാണയങ്ങളിലൊക്കെ ഈ മുദ്ര കണ്ടിട്ടുണ്ട് അല്ലേ. അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത്. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം എന്ന് പറയുന്നത്. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. ആരക്കാലുകൾ 24 എണ്ണമാണ്. ഇനി മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്? അതിൻ്റെ അർത്ഥമെന്ത്? എന്താണത്? സത്യമാണ് വിജയിക്കേണ്ടത് എന്നതാണ്. എന്താണ്? സത്യമാണ് വിജയിക്കേണ്ടത്. സത്യമാണ് വിജയിക്കേണ്ടത്. ഇനി അടുത്തത്, മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണുള്ളത്? സിംഹം, അതുപോലെ തന്നെ ആന, കാള, കുതിര. ഇതൊക്കെയാണ് ആ മുദ്രയിൽ കാണുന്ന മറ്റു ജീവികൾ എന്ന് പറയുന്നത്. സിംഹം, ആന, കാള, കുതിര. ഇനി ദേശീയ ഗീതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്.
ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അസംബ്ലി കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കൂ. മറ്റ് ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോട് നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. ഒരിക്കലും നമ്മൾ ദേശീയ പതാകയോടോ ദേശീയ ഗീതത്തോടോ അല്ലെങ്കിൽ ദേശീയ ഗാനത്തോടോ ഒന്നും അനാദരവ് കാണിക്കരുത്. അപ്പോൾ ദേശീയ ഗാനമൊക്കെ ക്ലാസ്സിൽ ആലപിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ആലപിക്കുമ്പോൾ ആ ഒരു മാന്യതയോടുകൂടി നമ്മളതിനെ ബഹുമാനിക്കണം. ഇനി ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻസ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അഭിമാനം തന്നെയാണ് അല്ലേ. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇന്ത്യയുടേത്. പല നാടുകളിലായി ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തരായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഈ ഐക്യബോധമാണ് നാനാത്വത്തിൽ ഏകത്വം അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയാലും അഭിമാനം തന്നെയാണ്. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം, ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-ന്. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് 1942 ഓഗസ്റ്റ് 8-നാണ്. ഓഗസ്റ്റ് 8-ന്. അപ്പോൾ ഇതിലേക്ക് പോകും. ഇനി ഗാന്ധിജിയുടെ ചരമദിനം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. എന്നാണ് ഗാന്ധിജിയുടെ ചരമദിനം? 1948 ജനുവരി 30-നാണ്. അടുത്തത് ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഏതാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്? 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26-ന്. ഇനി ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നു. അത് ശരിയാണോ തെറ്റാണോ? എന്താണത്? ശരിയാണോ തെറ്റാണോ കൂട്ടുകാരെ? അത് തെറ്റാണ്. കേരളവുമായി അതിർത്തി പങ്കിടുന്നില്ല. അപ്പോൾ അവിടെ തെറ്റെന്ന് കൊടുക്കുക. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ശരിയാണ്. ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളുണ്ട്. അതെന്താണ്? തെറ്റാണ്. 5 അല്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനം. ഇനി തുടർ പ്രവർത്തനങ്ങളാണ്. അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത പാഠഭാഗം 3-ാമത്തേത് ചിറകുള്ള കൂട്ടുകാർ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.